വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ പ്രഷർ, അതായത് മർദ്ദം കേട്ടോ. 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. എന്താവും നിങ്ങൾ ഈ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷറിനെ കുറിച്ച് പറയാമെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് തന്നെ അല്ലേ ബലവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭൗതിക അളവിനെയാണ് നമ്മൾ ഈ പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ബലമുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റൊരു ഭൗതിക അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു, അല്ലെ പേമാരി ഉണ്ടായി, ചുഴലിക്കാറ്റുണ്ടായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇല്ലയോ നിങ്ങളെ. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ടയറിൻ്റെ പ്രഷർ നോക്കി അതിനകത്തിലെ നമ്മൾ എയർ കയറ്റത്തില്ലേ കുഞ്ഞുങ്ങളെ, അതൊക്കെ കണ്ടിട്ടുണ്ടോ? വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ പറയത്തില്ലേ, കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്താണ്? അതുപോലെ നമ്മുടെ എൻ്റെ പ്രഷർ കുറവാണ്, ലോ പ്രഷറാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം പ്രഷറാണ് അല്ലേ. മർദ്ദം എന്നാൽ എന്താണ്? ഇത് നമ്മുടെ ഈ ബലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് അദൃശ്യമാണ് അല്ലേ. അതിൻ്റെ ഫലം നമുക്ക് കാണാനും അനുഭവിക്കാനും മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പം രണ്ടുപേര് തങ്ങളിൽ ഇടിയുണ്ടായി, ഒരാളുടെ മൂക്കാമ്പട്ട തല്ലി പറിച്ചു കഴിഞ്ഞാൽ അത് നമുക്കെന്താ, എത്ര ഫോഴ്സാണ് ഇടിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല, പക്ഷേ നമുക്കത് കാണാൻ പറ്റും ഇല്ലേ. ആ മുഖം കണ്ടാൽ അറിയാം എത്രത്തോളം ഉണ്ടതല്ലേ. കാണാനും അത് അനുഭവിക്കാനും പറ്റുന്നുണ്ട്. ബലം എന്ന് പറയുന്നത് അതാ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ മർദ്ദം എന്നാൽ പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർലി പെർ യൂണിറ്റ് ഏരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർലി. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ലംബമായിട്ട് കേട്ടോ, നേരെ താപ്പോട്ട് കേട്ടോ, അതിനെയാണ് പെർപെൻഡിക്കുലർ. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, പെർപെൻഡിക്കുലർ ലംബമായിട്ട് നേരെ താപ്പോട്ട്. ഇപ്പം നമ്മൾ മാത്സിലൊക്കെ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടോ നിങ്ങൾ? ഇതൊരു എന്തിനാ ഇവിടെ പറയുന്നതെന്നല്ല, ഈ ഫിസിക്സും മാത്സും കൂടെ അവർ ബന്ധുക്കളാട്ടോ, എപ്പോഴും അവർ തങ്ങളിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ നേരെ താപ്പോട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒന്നാമത്തെ ഓക്കെ ആണല്ലോ, ഫസ്റ്റ് പഠിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ നിന്നാണ് ഒരു പടം കിടപ്പുണ്ട് കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ട്, അവിടെ റോഡിൽ ചെളി നിറഞ്ഞിട്ടുണ്ട്, വണ്ടി താഴ്ന്നു പോകും കേട്ടോ. ഡ്രൈവറോട് ആ പുള്ളിക്കാരൻ വിളിച്ചു പറയാം, ചേട്ടാ നമ്മുടെ ചെളിയാ, നമ്മുടെ മഴ പെയ്ത് ഇവിടെ എല്ലാം റോഡ് മൊത്തം കുളമായി കിടക്കുക അല്ലേ, ആ വണ്ടി താന്നു പോവേ എന്ന് വണ്ടി ഓടിച്ചിരുന്ന ആളോട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞാൽ എന്താണെന്നറിയോ, സാരമില്ല, ഒരു പലക ഇട്ടാൽ വണ്ടി താഴ്ന്നു പോകില്ല. ഈ ചെളിയുള്ള ഭാഗത്തെ ഒരു പലക ഇട്ട് കൊടുത്താൽ നമ്മുടെ വണ്ടി താഴത്തില്ലെന്ന്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കത്തുള്ളൂ, അത്രയും ലോഡും പുറത്ത് വരുന്ന ഒരു വണ്ടിയല്ലേ അത്. നോക്കിക്കേ, നിറച്ച് ലോഡും കൊണ്ടാണ് ആ വണ്ടി വരുന്നത്. അപ്പോൾ ഒരു പലക ഇട്ടാലൊക്കെ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചുവിടായോ നിങ്ങളെ. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ മാറ്റാനാണ് നമ്മൾ ഈ പാഠം ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാ ഡൗട്ടുകളും നമുക്ക് കുറേശ്ശെ മാറ്റിപ്പാം. നോക്കിയേ, എന്തായിരിക്കും ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം? വിവിധതരം ബലങ്ങളെക്കുറിച്ച് നാം പഠിച്ചതാണല്ലോ ഇല്ലയോ. ഏതൊക്കെ ബലങ്ങളെക്കുറിച്ച് അറിയാം കുഞ്ഞുങ്ങളെ? നമുക്ക് ഗുരുത്വാകർഷണ ബലം അറിയാം അല്ലേ, വൈദ്യുത കാന്തിക ബലം അറിയാം, ന്യൂക്ലിയർ ബലം അറിയാം അല്ലേ. ഒരുപാട് ബലങ്ങളെക്കുറിച്ച് ഒരുപാട്, ഗുരുത്വാകർഷണ ബലം അത് പറഞ്ഞല്ലോ. ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ. ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, അതാണ് വസ്തുവിൻ്റെ ഭാരം. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതൊരു വസ്തു എടുത്താലും, അതിപ്പോൾ ഈ ഒരു പേനയായാലും നമ്മുടെ ഈ പുസ്തകമായാലും നമ്മളായാലും, ഇതൊക്കെ എന്താണ്? ഭൂമി എല്ലാ വസ്തുക്കളിലും നമ്മൾ ഏത് വസ്തുവാണോ എടുത്ത ആ വസ്തുവിൻ്റെ ഒരാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, അതാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഭാരം എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഞാനത് എഴുതിയിട്ടുണ്ട്, നോട്ടിലുണ്ട് കുഞ്ഞുങ്ങളെ. ഭാരം എന്നാൽ എന്താണെന്ന് കേട്ടോ. ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, അതിനെയാണ് കേട്ടോ. ഇനി താഴെ ഒരു 2-3 പടം കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇതൊരു സ്പോഞ്ചാണ് കേട്ടോ. ഈ സ്പോഞ്ചിൻ്റെ മണ്ടയ്ക്ക് ഒരു കട്ട എടുത്ത് വെച്ചിരിക്കുക. ആ കട്ട തന്നെ അതേപോലെ വേറൊരു സ്പോഞ്ച് വെച്ചിട്ട് ആ കട്ട തന്നെ കിടത്തിയേക്കുക, ഇതിനെ കുത്തിയിരുത്തിയേക്കുക അല്ലേ. നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ കുത്തി നിർത്തിയേക്കുന്നതും ഇങ്ങനെ ഇട്ടേക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഓരോന്നും മനസ്സിലാക്കി പോണേ. അപ്പം നോക്കിക്കേ, ഇങ്ങനെ കുത്തി നിർത്തിയപ്പം അത്രയും ഭാഗം ആ സ്പോഞ്ച് അങ്ങ് താന്നു പോയത് കണ്ടോ. കുത്തി നിർത്തിയപ്പോൾ ആ സ്പോഞ്ചിൻ്റെ അത്രയും ഭാഗം അങ്ങ് താന്നുപോയി അല്ലേ. പക്ഷെ നോക്കിയേ, നിവർത്തി അതിനെ കിടത്തിയപ്പോൾ അത് അത്രയും താന്നോ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അതിനെക്കുറിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ നോക്കിയേ,
ഈ മെത്തയുടെ നോക്കിക്കേ, ആ ഒരു കൊച്ച് അതിൽ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് എഴുതാൻ അപ്പുറത്തുണ്ട് കുഞ്ഞുങ്ങളെ, അതാ ഞാൻ ഇതങ്ങ് പോകുന്നത്. നിങ്ങൾ ചോദിക്കും ഇതെന്താ അതിൻ്റെ മറുപടി പറയാത്തത്, ഇതിൻ്റെ ഇപ്പുറത്തെ പേജ് അതിൻ്റെ മറുപടിയാണ്. ഈ മെത്ത ഇത് ഒരു കൊച്ച് തന്നെയാണ്. ഫസ്റ്റ് ആ കൊച്ച് ഇല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ മെത്ത എന്താ ഇതുപോലല്ലേ കിടന്ന് തുള്ളിച്ചാടി അല്ലേ ഇങ്ങനെ. അപ്പോൾ ആ നിൽക്കുന്ന ഭാഗം നോക്കി, അത്രയും ഭാഗം കുഴിഞ്ഞു നിൽക്കുന്നത് കണ്ടോ കുഴിവ്. അതേപോലെ ആ കൊച്ച് കിടന്നപ്പോൾ അത്രയും കുഴിവുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. അതുപോലെ ഒരു ഇഷ്ടിക സ്പോഞ്ചിൽ ലംബമായും തിരച്ചീനമായും വെച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ആ പറഞ്ഞ കാര്യമാണ്. ഒരു ഇഷ്ടിക എടുത്ത് ആ സ്പോഞ്ചിൻ്റെ മണ്ടയിൽ ഒന്ന് ലംബമായും മീൻസ് കുത്തനെ അല്ലേ, രണ്ടാമത്തത് തിരച്ചീനമായും, ഒന്ന് ലംബമായിട്ട് പെർപെൻഡിക്കുലർ, രണ്ടെന്താ വെർട്ടിക്കൽ അല്ലേ, ഒന്ന് തിരച്ചീനമായിട്ടും വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സന്ദർഭങ്ങളിലും അതിൻ്റെ ഭാരത്തിന് മാറ്റം വരുന്നില്ലയോ? എന്നാൽ സ്പോഞ്ച് താഴുന്നത് ഒരുപോലെയാണോ? രണ്ടെണ്ണത്തിൻ്റെയും ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ താന്നത്? അല്ല. ആണോ? ഇത് നോക്കിയേ, കുത്തനെ നിർത്തിയപ്പോൾ അത് ഇവിടെ കൂടുതൽ താണു, അല്ലാതെ എന്താ നിവർത്തി തിരച്ചീനമായിട്ട് കിടത്തിയപ്പോൾ എന്താ അത്രയും താഴ്ന്നിട്ടില്ല അല്ലേ? അതാണ് വ്യത്യാസം. കണ്ടോ? മെത്തയിൽ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും കുട്ടിയുടെ ഭാരത്തിൽ മാറ്റം വരുന്നില്ല. കുട്ടിയുടെ ഭാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ആ കുട്ടി ഇപ്പോൾ 15 കിലോ ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ച കുഞ്ഞെ, അപ്പോൾ എന്താ ആ മെത്തയിൽ അത് നിൽക്കുമ്പോൾ ആ 15 കിലോ തന്നെ താപ്പോട്ട് പോവുക അല്ലേ, ആ അത്രയും ഭാഗം അത് താപ്പോട്ട് പോവുക. എന്നാൽ കിടക്കുമ്പോഴോ ഒരിടത്തോട്ട് മാത്രമാണോ അത് പോകുന്നത്? അല്ല അല്ലേ. എങ്കിലും നിൽക്കുമ്പോഴല്ലേ മെത്ത കൂടുതൽ താഴുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ കാരണം? അതുപോലെ ഒരു പ്രവർത്തനം അതിൻ്റെ തൊട്ട് താഴെയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ആൻസർ ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ, അത് ഞാൻ പറയാം. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ, അതായത് 2 സ്പോഞ്ച് എടുക്കുക, അതിനകത്തിലൊരു കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഇത് തന്നെ കുഞ്ഞുങ്ങളെ, ഒരു കട്ട വെച്ചു, അതിനെ കുത്തനെയാണ്, ഇത് തിരശ്ചീനമായിട്ടും വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു മെത്തയിൽ ഒരു കൊച്ചു വന്ന് നിൽക്കുന്നതും കിടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നിൽക്കുന്ന അത്രയും ഭാഗത്തെയും മെത്ത എന്താണ് താഴ്ന്നു പോകുന്നു അല്ലേ, കിടക്കുമ്പോൾ അത്രയും താഴ്ന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതുപോലെ അടുത്ത ഒരെണ്ണവും പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു കാർഡ്ബോർഡിൽ നോക്കണേ കുഞ്ഞുങ്ങൾ, ഒരു കാർഡ്ബോർഡ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ കാർഡ്ബോർഡ്, അതിനകത്തുള്ളൊരു മുട്ടുസൂചി തറച്ച് ചിത്രത്തിലേതുപോലെ ഒരു മുട്ടുസൂചി എടുത്ത് വെച്ചേക്കുന്നത് നോക്കണേ. ഒരു മുട്ടുസൂചി എടുത്ത് തറയ്ക്കുക അല്ലേ, ചിത്രത്തിലേതുപോലെ ഒരു ബലൂണ് അതിന് മുകളിൽ എടുത്ത് വെക്കുക. ഒരാണി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബലൂൺ വെക്കുക. ചെറിയൊരു ഭാരം ബലൂണിന് മുകളിൽ വെച്ച് നോക്കിയേ, എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നോക്കിയേ. അത് ഈ കാർഡ്ബോർഡ് പോലെ ഉള്ള ഒരെണ്ണം അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ബലൂണിൻ്റെ മണ്ടയ്ക്ക് വീർപ്പിച്ച, അതായത് ഒരു ആണിയുടെ മണ്ടയ്ക്ക് നമ്മൾ വീർപ്പിച്ച ഒരു ബലൂൺ എടുത്ത് വെച്ചാൽ എന്തായിരിക്കും കുഞ്ഞില്ലേ? നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ. എന്തായിരിക്കും? ആ ബലൂൺ അങ്ങ് പൊട്ടിപ്പോവും അല്ലേ. നമുക്ക് നോർമലി ചിന്തിക്കാം ഇല്ലയോ കുഞ്ഞുങ്ങളെ? ഒരു സൂചി കൂർപ്പിച്ച ഒരു സൂചി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് വീർപ്പിച്ച ഒരു ബലൂൺ വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് പൊട്ടിപ്പോവും അല്ലേ. എന്നാൽ മുട്ടുസൂചികൾ വളരെ അടുത്തടുത്ത് തറയ്ക്കുക. ഇനി ഇതുപോലെയുള്ള ആണിയോ മുട്ടുസൂചിയോ, ഇവിടെ മുട്ടുസൂചി ആയിരുന്നില്ലേ വലുതായിട്ട് കാണിച്ചെന്നുള്ളൂ, ആണി ആയാലും കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ. ആണി എടുത്തിട്ട് എന്തെങ്കിലും മുട്ടുസൂചി എടുത്തിട്ട് അടുപ്പിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക? തറച്ച് വയ്ക്കുക. ഇനി ഇതേ ഭാരമുള്ള ഇതേപോലത്തെ ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ പറയുന്ന പോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടുകയോ ഇല്ലയോ? മുകളിൽ പ്രവർത്തനങ്ങൾ നിരീക്ഷണ ഫലം തന്നിരിക്കുന്നത് പൊട്ടുകയോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. ഇതിൻ്റെ നമ്മളിപ്പോൾ എഴുതും. അതുപോലെ ഇതുകൂടെ എഴുതിയിട്ട് നമുക്ക് ആ നോട്ട് നോക്കാം കേട്ടോ. നോക്കിയേ, അതുപോട്ടെ നോക്കിയേ. അടുത്തത് മർദ്ദം എന്നാൽ എന്ത്? നോക്കിയേ, ഒരു താറാവമ്മച്ചിയും ഒരു കോഴിയമ്മച്ചിയും ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഇനി അങ്ങോട്ട് മുന്നിലെത്തുന്നത് ഞാനായിരിക്കും. നോക്കിക്കോ, താറാവ് അവിടെ നിന്ന് പറയാം, ഞാനാ മുന്നിലെത്തുന്നത് കേട്ടോ, നീ അവിടെ കാര്യം പറഞ്ഞോണ്ട് അവിടെ നിന്നോ, ഓടി ഞാനായിരിക്കും ഫസ്റ്റിലെത്തുന്നതെന്ന് നമ്മുടെ താറാവമ്മച്ചി പറഞ്ഞു. അപ്പം ഇതുവരെ ഓടിയതിൽ ജയിച്ചത് ഞാനാണ്. കോഴി എന്താ പറഞ്ഞത്? ഞാനാ ഇതുവരെ ഓടിയതിൽ ജയിച്ചത്, ഇനി ഞാൻ തന്നെ ജയിക്കും, നീ അവിടെ താറാവ് നടക്കുന്നതിൻ്റെ പ്രത്യേകത അറിയത്തില്ലേ കുഞ്ഞുങ്ങളെ? കുണുങ്ങിയല്ലേ താറാവ് പോകുന്നത്. പക്ഷെ കോഴി കാലിങ്ങനെ വലിച്ചു വെച്ചല്ലേ നടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാം ആരായിരിക്കും ജയിക്കുന്നത്. പക്ഷേ മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാ. എന്തുവാന്ന് കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ കാലിലോട്ട് നോക്കണേ. ഈ കാലിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. താറാവിൻ്റെ കാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരയ്ക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഇങ്ങനത്തെ കൂട്ടിരിക്കുന്നതാണ്. മീൻസ് ഇതിനകത്ത് ഗ്യാപ്പ് വലുതായിട്ടില്ല കേട്ടോ.
പക്ഷേ കോഴിയുടെ എന്തുവാ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ കോഴിയുടെ കാല്, നമ്മുടെ വിരലിൻ്റെ കൂട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ, അതാ വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഷർ എന്നാൽ എന്ത്, അത് നല്ലതുപോലെ നോക്കണേ. ഒന്നാമത്തെ ചോദ്യം കേട്ടോ. അടുത്ത രണ്ടാമത്തതിൽ ഞാനതങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മലയാളത്തിലേ എഴുതിയിട്ടുള്ളൂ, ഇംഗ്ലീഷ് ഞാനത് വായിച്ചു തരാം കുഞ്ഞുങ്ങളെ. കാരണം ഇംഗ്ലീഷ് രണ്ടും കൂടെ എഴുതുമ്പോൾ, കാരണം ടെസ്റ്റിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് ഇംഗ്ലീഷിൻ്റെ അർത്ഥം ഒന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ മലയാളം എഴുതി വെച്ചത്. കാരണം ഇംഗ്ലീഷിൽ തന്നത് ചിലവർക്ക് അതിൻ്റെ മലയാളം എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇംഗ്ലീഷ് എഴുതാൻ വായിച്ചതാണ്. അപ്പോൾ മലയാളമാണ് കുറച്ചുകൂടെ നല്ലത്. നോക്കിക്കേ, സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. ബ്രിക്ക് ഓൺ എ സ്പോഞ്ച്. ഫസ്റ്റ് എന്താവും നിങ്ങളെ, സ്പോഞ്ചിലാണ് ഇഷ്ടിക വയ്ക്കുന്നു. മനസ്സിലാക്കി പോണേ, സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. ബ്രിക്സ് ഓൺ എ സ്പോഞ്ച്. നോക്കിക്കേ, ലംബമായി വെക്കുമ്പോൾ, ലംബമായി നമുക്കറിയാമല്ലോ എങ്ങനെയാ, നമ്മുടെ ഫസ്റ്റ് പടത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ലംബമായി താഴോട്ട് വയ്ക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ അതിൻ്റെ ഏരിയ ഓഫ് ദ സർഫസ്. നമ്മുടെ ടെസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പരപ്പളവ്. ഇവിടെ എല്ലാം അതിൻ്റെ എന്തുവാണെന്നുള്ളത് എഴുതണേ കേട്ടോ. മൂന്നെണ്ണത്തിൻ്റെയും മണ്ടയ്ക്ക് ഫസ്റ്റ് സിറ്റുവേഷനാണ് കേട്ടോ. രണ്ടാമത്തത് ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റ് ലെസ് ആണോ മോർ ആണോ എന്ന് എഴുതാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഒബ്സർവേഷൻ എഴുതാനാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഒന്നാമത്തത് സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. അപ്പോൾ എന്തായിരിക്കും, വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലി ആണെങ്കിൽ എന്ന് വെച്ചാൽ അത് ലംബമായിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ കുറയുന്നു അല്ലേ. ലംബമായിട്ടാണ് വെക്കുന്നതെങ്കിൽ അവിടെ കുറയുന്നു. സ്പോഞ്ച് കൂടുതൽ താഴുന്നു. അവിടുത്തെ പരപ്പളവ് ഏരിയ എന്താവും നിങ്ങളെ, പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ എന്താണ്, അവിടെ കുറയുകയാണ് അല്ലേ. കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ടിപ്പം ആ കട്ട ദണ്ടി ഇങ്ങനത്തെ അല്ലേ കുഞ്ഞുങ്ങളെ, ഇങ്ങനല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ താഴ്വശത്ത് ആ സ്പോഞ്ചിൻ്റെ താഴ്വശത്ത് മുട്ടുന്നുള്ളൂ. ഇത് വലിയ വശമല്ലേ, വലിയ വശമായിരുന്നു ഇവിടെ മുട്ടിയത് അല്ല, ചെറിയ ആ കട്ടയുടെ ചെറിയ ഭാഗമാണ് അതിൻ്റെ ആ സ്പോഞ്ചിൽ വന്ന് മുട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കുറയുന്നു. നിരീക്ഷണം, സ്പോഞ്ച് കൂടുതൽ അന്നേരം താഴുന്നു എന്നുള്ളതാണ് അല്ലേ. സ്പോഞ്ച് ഈസ് കംപ്രസ്ഡ് മോർ, കൂടുതൽ അന്നേരം കംപ്രസ് താഴോട്ട് താഴുന്നു അല്ലേ. ഇനി തിരശ്ചീനമായിട്ട് നമ്മൾ വെക്കുന്നെങ്കിലോ, വെൻ പ്ലേസ്ഡ് ഹൊറിസോണ്ടൽ ആണെങ്കിലോ, തിരശ്ചീനമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോണേ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പുസ്തകത്തിലുണ്ടത്. ഹൊറിസോണ്ടലി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, മോർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ കുറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, സ്പോഞ്ച് കുറച്ച് മാത്രമേ താഴുന്നുള്ളൂ അല്ലേ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഞാനതിന് ആ പടം വായിച്ചതാണ്, പടം കണ്ട് പറഞ്ഞതാണ്. ഒന്നുകൂടെ പറയാം. ഈ സ്പോഞ്ചിൻ്റെ കാര്യം പറയുന്നത് മനസ്സിലായോ. ഇത് ലംബമായിട്ടാണ് വെക്കുന്നതെങ്കിൽ, ലംബം എന്ന് വെച്ചാൽ ഇതാണ്, താപ്പോട്ട് ഇങ്ങനെ വെച്ചപ്പോൾ മനസ്സിലാക്കണേ, ഇവിടെ എന്താണ്, ഈ അടിഭാഗത്തിനെ നമ്മൾ ഈ പരപ്പളം എന്ന് വെച്ചാൽ എന്താ, ഏരിയ ഇല്ലേ. ഏരിയ എന്താണ്, ഇവിടെ കുറച്ചേ ഉള്ളൂ, അതാണ് ഇവിടെ കുറയുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പോഞ്ച് കൂടുതൽ ഇങ്ങനെ താഴുന്നു. മനസ്സിലായോ, കൂടുതൽ താഴുന്നു. ഇനി രണ്ടാമത് നോക്കിയേ, തിരശ്ചീനമായിട്ടെന്ന് വെച്ചാൽ എന്താ, വെർട്ടിക്കലി ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇതെന്താ, കൂടുതൽ നോക്കിയേ, കൂടുതൽ ഇവിടുത്തെ ഏരിയ നോക്കിയേ, ഇത്രയും ഭാഗമുണ്ട്. മറ്റേത് ഇച്ചിരിയേ ഉള്ളായിരുന്നു, ഇത് ഇത്രയും അടിഭാഗം കേട്ടോ, ഏരിയ കൂടുതലാണ്. അപ്പം സ്പോഞ്ച് കുറച്ച് മാത്രമേ താഴുന്നുള്ളൂ അല്ലേ. ഇവിടെ എന്താ, പിന്നെ വെൻ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി അല്ലേ, അവിടെ എന്താണ്, ഇത് ഇത്രയും ഭാഗം ആ കട്ടയുടെ ഇവിടെ വരുന്നത് കൊണ്ട് ഇവിടെ മോറാണ് കേട്ടോ. നിങ്ങൾ ആ എഴുതേണ്ടടുത്ത് എഴുതണം, ഇവിടെ മോർ എന്ന് വെച്ചാൽ കൂടുതൽ, സ്പോഞ്ച് കുറച്ച് മാത്രമേ താഴുന്നുള്ളൂ. രണ്ടെണ്ണം എഴുതിയോ. അപ്പോൾ അതെങ്ങനെ പറയും കുഞ്ഞുങ്ങളെ, സ്പോഞ്ച് ഈസ് കംപ്രസ്ഡ് മോർ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. സ്പോഞ്ച് ഈസ് കംപ്രസ്ഡ് മോർ കേട്ടോ. ഇവിടോ സ്പോഞ്ച് ഈസ് കംപ്രസ്ഡ് ലെസ് കേട്ടോ, കുറച്ച് മാത്രമേ താഴുന്നുള്ളൂ. ഓക്കെ ആണോ? ആ രണ്ടെണ്ണം ഇംഗ്ലീഷ് എഴുതിയില്ലെന്നും പറഞ്ഞ് ഒന്നും പറയണ്ടാവും നിങ്ങളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലി, ലംബമായി വരയ്ക്കുമ്പോൾ ഇവിടെ കുറയുന്നു എന്ന് വെച്ചാൽ ലെസ്സാണ്, LESS ലെസ്. ഇവിടെ എന്താണ്, സ്പോഞ്ച് ഈസ് കംപ്രസ്ഡ് മോർ. ഇവിടെ വെൻ പ്ലേസ്ഡ് ഹൊറിസോണ്ടൽ ആണ്, അപ്പോൾ ഇവിടെ എന്താണ്, മോർ, MORE മോർ ആണ്. ഇവിടെ എന്താണ്, സ്പോഞ്ച് ഈസ് കംപ്രസ്ഡ് ലെസ്. ഓക്കെ ആണോ? ഇനി രണ്ടാമത് നോക്കിയേ, കുട്ടി ആ മെത്തയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ, നിൽക്കുക എന്ന് വെച്ചാൽ എന്താ, സ്റ്റാൻഡിങ് അല്ലേ. വൈൽ സ്റ്റാൻഡിങ് ആണെങ്കിൽ, നിൽക്കുകയാണെങ്കിൽ എന്താ നോക്കിയേ, ഇവിടുത്തെ നോക്കിയേ ഇച്ചിരിയേ ഉള്ളൂ അല്ലേ. നമ്മൾ ആ പരപ്പളം എന്ന് ഉദ്ദേശിക്കുന്ന, ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത് ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ കുറച്ചേ ഉള്ളൂ അല്ലേ, കുറച്ച്. അപ്പോൾ എന്താണ്, അവിടെ ലെസ്സാണ്, കുറവാണ്
കേട്ടോ, ലെസ്. അപ്പോൾ എന്താ, മെത്ത കൂടുതൽ താഴുന്നു. ദ മാട്രസ് ഈസ് കംപ്രസ്ഡ് ലെസ് അല്ലേ, ദ മാട്രസ് ഈസ് കംപ്രസ്ഡ് ലെസ്. എന്നാൽ ഇവിടെ എന്താ, എന്നാൽ മറ്റേതോ കിടക്കുമ്പോഴാണെങ്കിലോ, കിടക്കുമ്പോൾ കൂടുതലാണ്. നോക്കിയേ, അതിൻ്റെ ഏരിയ ഇവിടെ കൂടുതലാണ് അല്ലേ, നോക്കിയേ ഏരിയ ഇവിടെ കൂടുതൽ വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താ, മെത്ത കുറച്ചു മാത്രമേ താഴുന്നുള്ളൂ, മെത്ത കുറച്ചു മാത്രമേ താഴുന്നുള്ളൂ. ദ മാട്രസ് കംപ്രസ്ഡ് എന്താ മോർ. തിരിച്ചാണോ ഞാൻ പറഞ്ഞല്ലോ? ഓക്കെ, ഇവിടെ കൂടുതൽ താഴുന്നു അല്ലേ, ഇവിടെ കൂടുതൽ താഴുന്നു, ഇവിടെ കുറച്ച് താഴുന്നു. മനസ്സിലായല്ലോ? ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത, ഒരാണിയുടെ മുകളിൽ ബലൂൺ വെക്കുന്നു. മൂന്നാമത് അവർ പറഞ്ഞ എക്സ്പെരിമെൻറ്റ്, ഒരാണിയുടെ മുകളിൽ ബലൂൺ വെക്കുന്നത്. ഇനി ഒരാണി ഉപയോഗിച്ചപ്പോൾ, നമ്മൾ ഒരാണി അല്ലെങ്കിൽ ഒരു സൂചി ഉപയോഗിച്ചപ്പോൾ അവിടെ കുറവാണ്. ഏതാ, അവിടുത്തെ ഏരിയ ഓഫ് സർഫസ് അവിടെ എന്താ കുഞ്ഞുങ്ങളെ, ആണി, ഒരാണിയല്ലേ, അപ്പോൾ അവിടെ കുറവാണ് കേട്ടോ, കുറവാണ്. എന്താ, ബലൂൺ പൊട്ടിപ്പോകുന്നു. എങ്ങനെ പറയാം, ബലൂൺ ബേസ്റ്റ് ആവുന്നു കേട്ടോ, BURST ബേസ്റ്റ് ആയിട്ട് പോകുന്നു, ബലൂണ് പൊട്ടിപ്പോകുന്നു ഒരാണി ഉപയോഗിച്ചപ്പോൾ. എന്നാൽ കൂടുതൽ ആണി ഉപയോഗിച്ചപ്പോൾ അവിടെ എന്താണ്, ഏരിയ കൂടുതലാവുന്നു അല്ലേ, കൂടുതൽ. അവിടെ ആ പടം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ. എന്താണ്ട്, കൂടുതൽ ആണി ഉപയോഗിച്ചപ്പോൾ അവിടെ എന്താണ്, അതിൻ്റെ പരപ്പളവ് ഇത്രയും ഭാഗം ഇവിടെ വരുന്നുണ്ട് അല്ലേ, മറ്റേ നോക്കിക്കേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ബലൂൺ ഡസ് നോട്ട് ബേസ്റ്റ്, ബലൂൺ അവിടെ പൊട്ടത്തില്ല. ഇവിടെ ഒരെണ്ണമായപ്പോൾ ബലൂണ് എന്ത് ചെയ്യുന്നു, BURST ആണ് കുഞ്ഞുങ്ങൾ, ബേസ്റ്റ് കേട്ടോ. ഇവിടെ മോറാണ് കേട്ടോ, ഇവിടെ മോറ്, ഇവിടെ ബലൂൺ ഡസ് നോട്ട് ബേസ്റ്റ്, ഇവിടെ ലെസ് ആണ്, ബലൂൺ ബേസ്റ്റ്, BURST ബേസ്റ്റ് കേട്ടോ. ഇവിടെ മോറ് ലെസ്, മോറ് ലെസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 3 എക്സ്പെരിമെൻറ്റിനെയും കൂടെ ഒറ്റയടിക്ക് അവർ പറഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത രണ്ടാമത്തെ അപ്പോൾ എന്തുമായിരിക്കും ചോദ്യം, നമുക്ക് നോക്കാം. രണ്ടായി ഇപ്പോൾ പറഞ്ഞേ. അടുത്ത മൂന്നാമത്തെ, അതിൻ്റെ തൊട്ട് പിറകിൽ നമ്മളിപ്പോൾ ഒരു കോഴിയമ്മയുടെയും താറാവമ്മയുടെയും കൂടെ കഥ പറഞ്ഞു അല്ലേ, അവർ ഓട്ട മത്സരം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്താണോ അത് നിങ്ങൾക്ക് എഴുതാനാണ് കേട്ടോ, ഓപ്ഷനാണ് നിങ്ങൾക്ക്. അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും അതെ നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് മനസ്സിലായത് നോക്കൂ നിങ്ങളെ. ദ ഡക്ക് വിൽ വിൻ ദ റേസ് അല്ലേ, മത്സരത്തിൽ താറാവാണ് ജയിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡക്ക് ഹാസ് എ വെബ്ഡ് ഫ്ലാറ്റ് ഫീറ്റ്, കാരണം താറാവിൻ്റെ പാദങ്ങൾക്ക് പ്രതല പരപ്പളവ് കൂടുതലാണ്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. എന്താ നിങ്ങളെ, ദ ഡക്ക് വിൽ വിൻ ദ റേസ്, ആ ഓട്ട മത്സരത്തിൽ ഡക്ക് തന്നെയാണ് ജയിക്കുന്നത്. എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് ബിക്കോസ് ദ ഡക്ക് ഹാസ് വെബ്ഡ് ഫ്ലാറ്റ് ഫീറ്റ്. വെബ്ഡ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഇവിടെ ആ താറാവിൻ്റെ താറാവിൻ്റെ പാദത്തിനായി വെബ്ഡ് കേട്ടോ, ഫ്ലാറ്റ് ഫീറ്റ് ആണ് അല്ലേ, വെബ്ഡ് ഫ്ലാറ്റ് ഫീറ്റ്. അതെന്താ അല്ലേ, ആണല്ലോ, ഫ്ലാറ്റ് ഫീറ്റ്. ഓക്കെ, അടുത്ത, ആസ് ദ സർഫസ് ഏരിയ ഈസ് ഗ്രേറ്റർ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി വിൽ ബി ലെസ്, സോ ഇറ്റ് വിൽ ബി ഈസി ടു വാക്ക് എലോങ് ദ മഡ് without sinking. The surface area of the feet of a hen is less, so the pressure exerted on the mud due to the weight of the body will be greater, so the fast sink on the mud and make it difficult to move forward. മനസ്സിലായോ നിങ്ങളെ, മത്സരത്തിൽ താറാവ് തന്നെ ജയിക്കും, കാരണം താറാവിൻ്റെ പാദങ്ങൾക്ക് അതിൻ്റെ പ്രതല പരപ്പളവ് കൂടുതലാണ്, അതിനാൽ അതിൻ്റെ മർദ്ദം കുറയുന്നു. മർദ്ദം എന്ത് ചെയ്യുന്നു നിങ്ങളെ, കുറയുന്നുണ്ട്. as the surface area of greater the pressure exerted by the weight of the body will be less. ചെളിയിൽ പുതയാതെ വേഗത്തിൽ മുന്നേറാൻ ആർക്ക് കഴിയും കുഞ്ഞുങ്ങളെ, സോ വിൽ ബി ഈസി ടു വാക്ക് എലോങ് ദ മഡ് വിത്തൗട്ട് സിങ്കിങ് കേട്ടോ, SINKING സിങ്കിങ്.
മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ? ചെളിയിൽ പുതയാതെ അതുകൊണ്ട് വേഗത്തിൽ മുന്നേറാൻ കഴിയും. കോഴിയുടെ പാദങ്ങൾക്കോ നോക്കിക്കേ, സോ ദ സർഫസ് ഏരിയ ഓഫ് ദ ഫീറ്റ് ഓഫ് ഹെൻ ഈസ് ലെസ്, സോ ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ മഡ്. ഇവിടെ വരെ എന്താ ആ താറാവിനെ കുറിച്ചായിട്ടോ, അപ്പോൾ ആ ക്ലൂ വെച്ചായി. ദ സർഫസ് ഏരിയ ഓഫ് ദ ഫീറ്റ് ഓഫ് എ ഹെൻ ഈസ് ലെസ്, സോ ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ മഡ് ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി ഗ്രേറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയുടെ പാദങ്ങൾക്ക് പ്രതല പരപ്പളവ് കുറവാണ്. കോഴിയുടെ കാല് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വേണ്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ കോഴിയുടെ കാല് അല്ലേ. അതേപോലെ മറ്റേതോ ഇച്ചിരി എന്തുവാ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ കോഴിയുടെ പാദങ്ങൾക്ക് പ്രതല പരപ്പളവ് കുറവാണ്, അതിനാൽ ചെളിയിൽ കൂടുതൽ താഴ്ന്നു പോകുന്നത്. ഇത് ഇങ്ങനെ ഒരെണ്ണം ഇല്ലാത്തതുകൊണ്ട് അത് താന്നു പോകും, മുന്നോട്ട് നീങ്ങാൻ അത് പ്രയാസമായിരിക്കും എന്നാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ ബാക്കിയുള്ള എല്ലാം അതുപോലെ എഴുതണം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എഴുതിയാൽ മതി കേട്ടോ. കാരണം ഇതെനിക്ക് ഇച്ചിരി വലിയതായിട്ട് അങ്ങ് തോന്നുക എഴുതിയപ്പോൾ മുതൽ. നിങ്ങളിത് പഠിക്കുമോ, എഴുതുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ചുരുക്കി എഴുതിയാലും മതി കേട്ടോ. നിങ്ങളെ പഠിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ തന്നെ പഠിച്ചെഴുതുക. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് ടെസ്റ്റിലെ ചോദ്യമാണിത് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഈ പാഠത്തിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെന്നറിയോ? ത്രസ്റ്റ്, THRUST, ത്രസ്റ്റ്. വ്യാപക മർദ്ദം എന്നാൽ എന്താണ്? നമ്മൾ മർദ്ദം എന്നാൽ എന്തെന്ന് പഠിച്ചേ. എന്താ? യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. യൂണിറ്റ് ആണ്, യൂണിറ്റ് പരപ്പളവിൽ. എന്നാൽ ഇത് നോക്കിയേ, ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കാൾഡ് ത്രസ്റ്റ്. ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കാൾഡ് ത്രസ്റ്റ്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപകമർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ മർദ്ദം. ഇതും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം എന്താവും നിങ്ങളെ? പ്രഷർ എന്ന് വെച്ചാൽ യൂണിറ്റ് പരപ്പളവിലാണ്. ആ ഒരൊറ്റ ക്ലൂ പഠിച്ചാൽ മതി. പ്രഷർ എന്താവും നിങ്ങളെ? പ്രഷറും ത്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. പക്ഷേ വ്യാപക മർദ്ദം എന്ന് വെച്ചാൽ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ്. മറ്റേത് യൂണിറ്റും കൂടെ അങ്ങ് കയറ്റിയാൽ പോരായോ? ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കാൾഡ് ത്രസ്റ്റ്. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തിലോട്ട്. എന്നിട്ട് ഓക്കെ, അത് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരെണ്ണം നോക്കിക്കേ. പ്രഷറിനെ നമ്മൾ P എന്ന അക്ഷരം വെച്ചാണ് സൂചിപ്പിക്കുന്നത്. പ്രഷർ ഈസ് ഡിനോട്ട്സ് ബൈ P. മർദ്ദത്തെ, പ്രഷർ എന്ന് വെച്ചാൽ മർദ്ദം എന്നാണ് കുഞ്ഞുങ്ങളെ മലയാളത്തിൽ. പ്രഷറിനെ നമ്മൾ P എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കണക്ക് ചെയ്യാൻ പോകുമ്പോഴേ ഇനി അക്ഷരങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. P ഇന്നതാണ് കേട്ടോ, അതൊക്കെ ഒന്ന് അറിയണേ. ത്രസ്റ്റിനെ നമ്മൾ F കേട്ടോ, വ്യാപക മർദ്ദത്തെ നമ്മൾ F എന്ന് പറയുന്നു. ഏരിയയെ നമ്മൾ A, അത് നമുക്കറിയാം, എന്നാലും ഏരിയയെ A എന്നുമാണ് പറയുന്നത്. പരപ്പളവിനെ A എന്നും സൂചിപ്പിക്കുന്നു. ആ 3 അക്ഷരം ഓർത്തോണേ കുഞ്ഞുങ്ങളെ. പ്രഷറിനെ P, അതായത് മർദ്ദത്തെ P എന്നും, ത്രസ്റ്റിനെ വ്യാപക മർദ്ദത്തെ F എന്നും, ഏരിയ അല്ലെ പരപ്പളവിനെ A എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം P = നമ്മൾ P എന്ന് വെച്ചാൽ എന്തായിരുന്നു? മർദ്ദം കാണുന്ന ഇക്വേഷൻ F/A ആണ്. F എന്ന് വെച്ചാൽ ത്രസ്റ്റ് ബൈ A ആണ്. നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പം പഠിക്കാൻ ബാക്കി കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. വാട്ട് വുഡ് ബി ദ യൂണിറ്റ് ഓഫ് പ്രഷർ? മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് പ്രഷർ, പ്രഷറിൻ്റെ എന്താ? മർദ്ദത്തിൻ്റെ യൂണിറ്റ് കേട്ടോ. നമ്മൾ പ്രഷർ കാണാൻ ഇപ്പം നമ്മൾ പഠിച്ചു P = T/A ആണല്ലേ. T/A. T മീൻസ് ട്രസ്റ്റ്, ഏരിയ അല്ലേ. യൂണിറ്റ് പ്രഷർ എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് ട്രസ്റ്റ് ബൈ യൂണിറ്റ് ഓഫ് ഏരിയ. ഇതിന് മുന്നിൽ യൂണിറ്റ് എന്ന് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ടെസ്റ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രഷർ കാണുന്നത് ട്രസ്റ്റ് ബൈ ഏരിയ ആണ്. അതായത് മർദ്ദത്തിൻ്റെ യൂണിറ്റ്, വ്യാപക മർദ്ദത്തിൻ്റെ ന്യൂട്ടൺ ബൈ പരപ്പളവിൻ്റെ യൂണിറ്റ് കേട്ടോ. ഇതെന്താണെന്നറിയോ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കേട്ടോ. ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെയാവും നിങ്ങളെ? ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. ഇത് ഇത്രയും നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. കണക്കിനകത്തിൽ ആവശ്യമാണ്. ഫിസിക്സ് ആണ്, കണക്കുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ. ബ്ലെയ്സി പാസ്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അറിയാവും നിങ്ങളെ. മർദ്ദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ബ്ലെയ്സി പാസ്കൽ, അദ്ദേഹത്തിൻ്റെ മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് പാസ്കലാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ, പാസ്കലാണ്. ഒരു പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ
പെർ മീറ്റർ സ്ക്വയർ. ഇതൊക്കെ നല്ലതുപോലെ എഴുതിയിടും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കണം. സംഭവങ്ങളൊക്കെ ഇതിനകത്തിലുണ്ട്. നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങളെ. പ്രഷർ എന്നാൽ എന്ത്, മർദ്ദം എന്നാൽ എന്ത്, അത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു സ്പോഞ്ചിൻ്റെ മണ്ടയ്ക്ക് 2 കട്ട, അത് നേരെ വെച്ചാലും അതിനെ കിടത്തിയിട്ടാലും മീൻസ് തിരശ്ചീനമായിട്ടിട്ടാലും ഏറ്റവും കൂടുതൽ ഇവിടെ താഴെ ഏരിയയുടെയും ഇത് താപ്പോട്ടുള്ള ഇല്ലേ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അടുത്ത മെത്തയിലാണെങ്കിൽ ഒരു കുട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതും കിടക്കുമ്പോൾ ഉണ്ടാകുന്നുള്ള വ്യത്യാസം. ഒരു ആണിയുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ മണ്ടയ്ക്ക് ഒരു ബലൂൺ വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോഴേ അറിയാം നമുക്കത് പൊട്ടിപ്പോകുമെന്നല്ലേ. എന്നാൽ ഒരുപാട് സൂചികളോ അല്ലെങ്കിൽ ഒരുപാട് മുട്ടു സൂചികളോ അല്ലെ ആണിയോ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബലൂൺ വെച്ചാൽ അത് പൊട്ടത്തില്ല. അതിനെല്ലാം കാരണങ്ങൾ നമ്മൾ ആ ബോക്സിൽ ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോഴിയമ്മയുടെയും ഒരു താറാവമ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങളെ. അമ്മയും അച്ഛനും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവർ എൻ്റെ കൂടെ ഓട്ട മത്സരം നടത്തി. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, താറാവിൻ്റെ കാലിൻ്റെ കൂട്ടത്തെ അല്ല കോഴിയുടെ കാല് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മർദ്ദം അളക്കുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റുകൾ അറിഞ്ഞിരിക്കണം, ഇത് നല്ലതുപോലെ എഴുതി വെച്ച് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനൊരു എളുപ്പവഴി എന്തോന്നറിയോ, ഏതാണ്ട് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂണിറ്റ് ഫോഴ്സ് ദാറ്റ് ആക്ട് ഓൺ എ പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ സർഫസ് ഈസ് കാൾഡ് പ്രഷർ. നമ്മൾ പഠിച്ചതാണ്. ഏതാണ്ട് ഈ പ്രഷറിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ ഏതാണ്ട് ഇപ്പം നമുക്ക് ഫോഴ്സ് കാണാനാണെങ്കിൽ എങ്ങനെയാണ്, പ്രഷർ കാണുന്നത് എങ്ങനെയാണ്, ഏരിയ കാണുന്നത്, ഈ ഒരു 3 ഇത് പഠിക്കാൻ എളുപ്പം. എങ്ങനെയാണെന്നറിയോ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഫാപ്പ് എന്ന് കൊടുക്കുക, FAP ഫാപ്പ്, FAP. എഫ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. എഫ് ആണ് കാണണമെങ്കിൽ നോക്കി അടുത്തടുത്ത് കിടക്കുമല്ലേ, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. ഇനി എ ആണ് നമുക്ക് കാണണമെങ്കിൽ F/P അല്ലേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇനി എഫ് ആണ് അല്ല എ ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ F/P കേട്ടോ, അല്ലെങ്കിൽ ഏരിയ ആണ് ഈ P. ഓക്കെ, അടുത്ത ഈ ഒരു പ്രഷർ കാണുന്നത് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഏരിയ കാണുന്നത് F/ഏരിയ അല്ലല്ലോ, പ്രഷർ അല്ലേ നിങ്ങളിവിടെ, ഫോഴ്സ് ബൈ പ്രഷർ ആവും നിങ്ങൾ കേട്ടോ. ഫോഴ്സ് ബൈ പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. ചില കുട്ടികൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണും അല്ലേ. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മുടെ ഫോഴ്സാണ് കാണേണ്ടതെങ്കിൽ A/P അല്ലേ. ഇനി എ എന്ന് വെച്ചാൽ എന്താണ്, ഏരിയ ആണെങ്കിൽ F/P, P ആണെങ്കിലോ F/A. ഇത് അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കണേ. ഓക്കെ, നമ്മളപ്പോൾ അത് പറഞ്ഞു, കോഴിയുടെ പറഞ്ഞു എല്ലാം. അടുത്ത വെയിറ്റ് എന്നാൽ എന്ത്, ഇത് റഫായിട്ടൊന്നും അറിയണേ കുഞ്ഞുങ്ങളെ. വെയിറ്റ് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ആൻ ഒബ്ജക്റ്റ്. വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ്, അതായത് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഭൂമി എല്ലാ വസ്തുക്കളിലും എന്താണ് അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭൂമി എല്ലാ വസ്തുക്കളിലും എന്തുകൊണ്ട് എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, അതാണ് ആ വസ്തുവിൻ്റെ ബലം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം F = mg. എഫ് എന്തുമായിരുന്നു, ത്രസ്റ്റ് അല്ലേ. ത്രസ്റ്റ് = mg. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ജി എന്ന് വെച്ചാൽ എന്താ, ഗ്രാവിറ്റി ആണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി, അതായത് ആക്സലറേഷൻ, ഡ്യൂ ടു ദ ഗ്രാവിറ്റി ആക്സലറേഷൻ. അതായത് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. F = mg ആണെന്ന് ഓർത്തോണം. അതായത് എഫ് എന്ന് വെച്ചാൽ ത്രസ്റ്റ്, വെയിറ്റ് അല്ലേ, വെയിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. വെയിറ്റ് = മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് കേട്ടോ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 10 കിലോ അല്ലെങ്കിൽ 5 കിലോ ഉള്ള ഒരു സാധനം, 5 കിലോ ഉള്ള ഒരു മാങ്ങ അല്ലെങ്കിൽ തേങ്ങ എന്തെങ്കിലും ആയിക്കോട്ടെ ഉണ്ടെന്ന് വെച്ചും കിലോ, അതിനെ നമുക്ക് അതിൻ്റെ വെയിറ്റ് മൊത്തത്തിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 9.8 വെച്ച് കേട്ടോ, അതിൻ്റെ വെയിറ്റ് 9.8 വെച്ച് വേണം അതിനെ ഗുണിച്ചെഴുതാൻ കേട്ടോ. വെയിറ്റ് കാണുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കാണുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് കുഞ്ഞ്. വെയിറ്റ് കാണുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. മാസം എന്ന് വെച്ചാൽ വെയിറ്റ് അല്ലേ. 9 കിലോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, 9 ഇൻറ്റു ഗ്രാവിറ്റിയുടെ മെഷർ ഓൾറെഡി ഇത് കാണാതെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് അതിനൊരു മാറ്റവും ഇല്ല. ഗ്രാവിറ്റിയുടെ ഏത് കണക്ക് ചോദിച്ചാലും 9.8 m/s² വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രാവിറ്റിയാണേ
കേട്ടോ. അപ്പം നമുക്ക് വെയിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. മാസ് എന്ന് വെച്ചാൽ ഇവിടെ 9 കിലോ ആണെങ്കിൽ 9 ഇൻറ്റു ഗ്രാവിറ്റി എത്ര? 9.8. അതായത് ഇത് ഞാൻ റഫായിട്ടൊന്നും എഴുതുന്നേ ഉള്ളൂ. ഇപ്പോൾ 10 ആണെങ്കിൽ 10 ഇൻറ്റു 9.8 കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം നമുക്ക് കണക്കിലോട്ട് കയറുമ്പോൾ. മെഷർമെൻറ്റ് ഓഫ് പ്രഷർ. അതാണ് ഇവിടെ 2 കട്ടയുടെ നോക്കൂ നിങ്ങളെ, 2 കോൺക്രീറ്റ് സ്ലാബുകൾ മണലിൽ വെച്ചിരിക്കുന്ന ചിത്രം. ഇവിടെ നോക്കിയേ, 2 കോൺക്രീറ്റ് സ്ലാബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കി, ഇവയെ ഓരോന്നും 18 ന്യൂട്ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ക്യൂബുകൾ ചേർത്ത് വെച്ച് 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേട്ടോ 18 ന്യൂട്ടൺ ഇതിൻ്റെ വെയിറ്റ് 18 കേട്ടോ. തന്നിട്ടുണ്ട് സംഖ്യ. ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ പരപ്പളവ് എത്ര? 0.36 മീറ്റർ സ്ക്വയർ ആണെന്നും സങ്കല്പിക്കുക. ചിത്രത്തെ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തീകരിക്കുക. അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാം നിങ്ങളെ. മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അളവുകൾ. ഇവിടെ നോക്കിയേ, ഫോഴ്സ് എക്സ്പെർട്ടഡ് ഓൺ ദ സാൻഡ്. മണ്ണിൽ അനുഭവപ്പെടുന്ന ബലം. ഇവിടെ മണ്ണിൽ അനുഭവപ്പെടുന്ന സ്ലാബ് 1 നോക്കിക്കേ, മണ്ണിൽ അനുഭവപ്പെടുന്ന ബലം നമ്മൾ പറഞ്ഞിരുന്നു 18 ന്യൂട്ടൺ ആണ് അല്ലേ. ഇവിടെ എത്ര നിങ്ങളെ? 18 ന്യൂട്ടൺ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം ഒരേ വെയിറ്റാണ്. നോക്കി, 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 2 10 എണ്ണമാണ്. ഇത് താഴെ വലുതും മുകളിൽ ചെറുതും, ഇത് മേളി വലുതും താഴെ ചെറുതും എന്നുള്ള രീതി അടുക്കി വെച്ചേക്കുന്നേ ഒന്നുള്ളൂ കേട്ടല്ലോ. ഇനി അവിടുത്തെ രണ്ടാമത്തെ എന്താണെന്നറിയോ? സർഫസ് ഏരിയ ഓഫ് ദ കോണ്ടാക്റ്റ്. സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ്. പ്രതല പരപ്പളവ് എന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്തെ ആവും നിങ്ങളെ ചോദിച്ചിരിക്കുന്നത്. പ്രതലം എന്ന് വെച്ചാൽ അടിഭാഗം അല്ലേ. സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് എങ്ങനെ അറിയാം? ഇതിൻ്റെയും രണ്ടിൻ്റെയും അതാണ് കണ്ടുപിടിക്കേണ്ടത്. അടിഭാഗത്തെ സർഫസ് ഏരിയ ഓഫ് ദി കോണ്ടാക്റ്റ്, സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ്. ഈ രണ്ടും കൂടി പറയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാതെ വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ മനസ്സിലായിരുന്നായിരിക്കും അല്ലേ. 2 മീഡിയക്കാരും ഇല്ലേ നിങ്ങളെ, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 18 ന്യൂട്ടണാണ് ഇതിൻ്റെ മൊത്തത്തിൽ തന്നിരിക്കുന്നത് രണ്ടിൻ്റെ അല്ലേ. അപ്പം ഒരു കട്ടയുടെ നോക്കിയ ഒരു ഇത് തന്നിട്ടുണ്ട്. അതാ 0.36 നമുക്ക് തന്നിട്ടുണ്ട്. 0.36 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട് അല്ലേ, ഒന്നാമത്തെ സ്ലാബിൻ്റെ. അപ്പം അതിൻ്റെ അടിഭാഗത്ത് എത്ര എണ്ണം ഉണ്ടോ നോക്കിയോ നിങ്ങൾ? 1 2 3 4. ഈ 4 കട്ട മാത്രമേ എന്തുള്ളൂ? അടിഭാഗത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനോട് ഈ ഭൂമിയോട് ചേർന്നിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഭൂമിയോട് ചേർന്ന്, അതായത് സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് ഏതാണെന്ന് വെച്ചാൽ ഈ 4 കട്ടയുടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ 0.36 ഇൻറ്റു 4 1.44 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ 0.36 ഇൻറ്റു 4 1.44 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. മറ്റേതോ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. മറ്റേ എന്താ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണത്തിന് എത്രയേ ഉള്ളൂ? 0.36 ഉള്ളൂ. ഒരെണ്ണമെല്ലാം ഉള്ളൂ താഴെ. അതിൻ്റെ പ്രതലത്തോട് ചേർന്ന് ഒരെണ്ണേ ഉള്ളത് കൊണ്ട് 0.36 മീറ്റർ സ്ക്വയർ. അടുത്ത ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എന്താ ചെയ്യണമെന്നറിയോ? നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് എക്സ്പീരിയൻസിൽ നമുക്ക് തന്നായിരുന്നു അല്ലേ, 18 ആണ്. ആ 18 നമുക്കിപ്പോൾ കിട്ടിയ സമ്പർക്കത്തിൽ കിട്ടിയതും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. മനസ്സിലായോ? അതുപോലെ ഇതും നമുക്ക് മുകളിൽ എത്ര ഫോഴ്സ് എക്സ്പീരിയൻസിൽ ഉണ്ട്? 18. പിന്നെ അതിന് എന്താ സർഫസ് ഏരിയയുടെ കോണ്ടാക്റ്റ് 0.36 ആയിരുന്നു. അത് വെച്ച് ഡിവൈഡ് ചെയ്തപ്പം 50 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും കിട്ടി. ഓരോന്നും എങ്ങനെയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇത് എങ്ങനെ വന്നു എന്നുള്ളത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഈ 4 വന്ന എന്തുകൊണ്ടാണ്? അതിൻ്റെ അടിഭാഗത്തെ 1 2 3 4 എണ്ണമാണ് അടിഭാഗത്ത് വന്നത്. അതുകൊണ്ടാണ്. ഇവിടെ ഒരെണ്ണേ വന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇൻറ്റു 1 ചെയ്താലും ഇത് തന്നെയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റിലാണ്. യൂണിറ്റ് ആയതുകൊണ്ട് എന്താ ഏരിയ നമ്മളതിൻ്റെ ഇക്വേഷൻ മേളിൽ പഠിച്ചതാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ പാർട്ട് 2 നല്ലതുപോലെ കുറച്ചുകൂടെ മനസ്സിലാക്കി തരാം കുഞ്ഞുങ്ങൾ കേട്ടോ. പാർട്ട് 2 ഇതിപ്പോൾ നിങ്ങൾ ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. നമുക്ക് എത്രയും പെട്ടെന്ന് പാർട്ട് 2 ഇടാം. ഓക്കെ കുഞ്ഞുങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ. ഓൾ ദ ബെസ്റ്റ്. വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ, പരീക്ഷയാണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.